Hello, welcome back to Learnino. So, ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ കീം 2024ന്റെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്തുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സ്, ഫീസ്, കോഴ്സും, അതുപോലെ തന്നെ ഈ കോളേജ് കോമ്പിനേഷൻ, ഇങ്ങനെയൊക്കെ നമ്മളെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് കുറേ പേര് നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ കംപ്ലീറ്റ്, അതായത് നമ്മൾ ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങി നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് വരെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒറ്റ വീഡിയോയിൽ പറയുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും, അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ പല ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് പോകും. ഓരോ കാര്യം പറയുമ്പോഴും എനിക്കറിയാം യൂട്യൂബിൽ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള മറുപടി ഞാൻ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോവാം. അപ്പൊ ഇത് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടും, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഒരുവിധം ക്ലിയർ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കീം 2024 സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ബിഫാം, മെഡിക്കൽ അലൈഡ് കോഴ്സസ്, ആയുർവേദ കോഴ്സസ്, ഇതിന് എല്ലാം കൂടെ ഉള്ള പ്രോസസ് ആണ് ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കീം എക്സാം എഞ്ചിനീയറിംഗിനും ബിഫാമിനും മാത്രമേ നടത്തുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് ഈ പറഞ്ഞ എല്ലാ കോഴ്സുകൾക്കും വേണ്ടിയുള്ളതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കുറച്ചു പേരെങ്കിലും അങ്ങനെ അത് അറിയാത്തവരുണ്ട്. അപ്പൊ എഞ്ചിനീയറിംഗിന് മാത്രം അല്ലെങ്കിൽ ബിഫാമിന് മാത്രമല്ല, പക്ഷെ ഈ എല്ലാ കോഴ്സുകൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് വരുന്നത്. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് നോക്കാം. കുറെ പേര് ചോദിച്ച ഡൗട്ടാണ്, ഗവൺമെന്റ് കോളേജിലേക്കോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലേക്ക് മാത്രമാണോ സെൽഫ് ഫിനാൻസിംഗും ഓട്ടോണോമസ് കോളേജസിലേക്കും ഒക്കെ കീം വഴി കിട്ടുമോ എന്നുള്ള ഒരു കാര്യം. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ്, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ്, അതായത് ഈ IHRDയുടെ കീഴിലുള്ളതും അങ്ങനെയുള്ള കുറെ കോളേജസ്, അതിലേക്കും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ ഗവൺമെന്റ് സീറ്റുകളിലേക്കും, അതേപോലെ ഓട്ടോണോമസ് കോളേജുകളിലേക്കും ഉള്ള ഒരു അഡ്മിഷൻ, അതിലെ ഗവൺമെന്റ് സീറ്റുകളിലേക്കും ഈ പറഞ്ഞതുപോലെ കീം വഴി അഡ്മിഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഓട്ടോണോമസ് കോളേജുകളിലേക്കുള്ള അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓർഡേഴ്സിന് അനുസരിച്ചിട്ടായിരിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്ത് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതായത് കോളേജുകളായിട്ട് തന്നെ നമ്മൾ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സമയത്തുള്ള ഗവൺമെന്റ് ഓർഡേഴ്സിനനുസരിച്ച് ജിയോനനുസരിച്ചിട്ടായിരിക്കും ഓട്ടോണോമസ് കോളേജിലേക്കുള്ള അലോട്ട്മെന്റ്. ബാക്കി നമുക്ക് ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ്, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലുള്ള ഗവൺമെന്റ് സീറ്റ്, അവിടെ ഗവൺമെന്റ് സീറ്റും മാനേജ്മെന്റ് സീറ്റും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിലേക്കെല്ലാം നമ്മൾ ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് വഴി തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാം. www.ce.kerala.gov.in എന്ന് പറയുന്ന ആ സൈറ്റിൽ പോയിട്ട് അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജ്, അത് ഇപ്പൊ വരില്ല, നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജ് വരും നമ്മൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ. അവിടെ വഴിയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അതിൽ സിംഗിൾ സ്ട്രീം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ട്രീം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് മാത്രമാണെങ്കിൽ നമ്മൾ ആ ഒരു സ്ട്രീമിലേക്ക് മാറ്റണം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ വന്നവരുണ്ടാവും, ബിഫാമിന്റെ റാങ്ക് ലിസ്റ്റിലുള്ളവരും, അതല്ലാതെ ഇനി മറ്റ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് അതിന്റെ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് ഈ സെയിം പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ഒരു സെയിം വെബ്സൈറ്റിൽ നമ്മളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജ് വഴിയാണ്. ഓക്കെ, അപ്പൊ അതാണ് അടുത്തത് മനസ്സിലാക്കേണ്ടത്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം ഷെഡ്യൂൾ നമുക്ക് തരും. ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പൊ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു ഫീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഫീസ് നമ്മൾ പേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം, അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിനനുസരിച്ചിട്ടല്ല ഫീസ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഫീ വെച്ചിരിക്കുന്നത്. ഇനി ഈ ഫീസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് അഡ്മിഷൻ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടി, നമ്മൾ അവിടെ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മൾ അടയ്ക്കുന്ന ഫീസിലേക്ക് ഈ ഒരു ഫീ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് എവിടെയും അലോട്ട്മെന്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ നമുക്ക് റീഫണ്ട് ചെയ്യും. ഇനി ചിലരുണ്ട്, വെറുതെ എവിടെയെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി മാത്രം ഓപ്ഷൻ കൊടുക്കുകയും
അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി ജോയിൻ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊരു പെനാൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ ഫീസ് റീഫണ്ട് ചെയ്യില്ല. അപ്പൊ അനാവശ്യമായി ഓപ്ഷൻസ് കൊടുക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ആപ്ലിക്കേഷൻ നമ്പർ, പിന്നെ ഒന്ന് പാസ്വേഡ്. ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരു 7 ഡിജിറ്റ് നമ്പർ ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ അക്നോളജ്മെന്റ് പേജിൽ നമുക്ക് മുകളിലായിട്ട് ലെഫ്റ്റ് ടോപ്പിൽ വരുന്ന ഒരു നമ്പറാണ്, 7 ഡിജിറ്റ് നമ്പറാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്മിറ്റ് കാർഡിലും അത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പാസ്വേഡ്. പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ സബ്മിഷൻ സ്റ്റേജിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാസ്വേഡ്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആണ് നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം, നമ്മൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ പോവുക, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അതില് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഫീ പേ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഈ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത ഇതിൽ ഞാൻ പറയാം എങ്ങനെയായിരിക്കും. അതായത് കോളേജിന് ഒരു കോഡ് ഉണ്ടാവും, കോഴ്സിന് ഒരു കോഡ് ഉണ്ടാവും. ആ കോമ്പിനേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് എന്നുള്ള രീതിയിൽ അത് ഓർഡർ, സീരിയൽ നമ്പർ വെച്ച് ഓർഡറിൽ, അതായത് നമ്മൾ 1, 2, 3 എന്നുള്ള ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വെറുതെ നമ്മൾ കുറെ ഓപ്ഷൻ കൊടുക്കുകയല്ല, കൃത്യമായി ഓർഡറിലാണ് 1, 2, 3, 4 അങ്ങനെ നമ്പർ ഇട്ടിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതെല്ലാം നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി, എൻ്റർ ചെയ്യേണ്ട കേസൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഈ കൊടുക്കുന്ന ഓപ്ഷൻസ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, സേവ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, സേവ് ചെയ്ത് വെക്കണം. ഇനി ഇത് നമുക്ക് വ്യൂ ചെയ്യാനും നമ്മൾ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ഓപ്ഷൻ, നമ്മളിപ്പോ ഒരു 25 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഓർഡറിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കൊടുക്കുന്ന ഓപ്ഷൻസ് വ്യൂ ചെയ്തിട്ട് നമുക്കത് പ്രിന്റ് എടുത്ത് വെക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഡേ നമ്മൾ ഒരു 25 ഓപ്ഷൻ നമ്മൾ കൊടുത്തു, നമ്മൾ അത് സേവ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കാം. പ്രിന്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും നോക്കാം. ഇനി നമുക്ക് തോന്നുകയാണ് അയ്യോ എനിക്ക് ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് പ്രിന്റ് എടുത്ത് വെക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചർ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അതിൽ എന്തെങ്കിലും റീഅറേഞ്ച് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഏത് ഓർഡറിലാണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗ് ഓഫ് ചെയ്യുക. അത് പ്രോസ്പെക്ടസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മിക്കവാറും പേര് ഒരു പക്ഷേ നിങ്ങളെ സ്വന്തം സിസ്റ്റത്തിൽ നിന്ന് തന്നെ ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ ആണെങ്കിലും പുറത്തു നിന്ന് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഗ് ഓഫ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പോർട്ടൽ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് ഇപ്പം സ്വന്തമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ അറിയാൻ പറ്റും. കേരളത്തിലുടനീളം ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് വരും. അത് എവിടെയൊക്കെയാണെന്നുള്ളത് അവിടെ ചെന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോഗ് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പോർട്ടലിൽ കയറി മറ്റാരെങ്കിലും മിസ്യൂസ് ചെയ്യാനുള്ള ഒരു ഇടയുണ്ടാവും. അപ്പൊ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് നമ്മൾ ലോഗ് ഓഫ് ചെയ്യണം. പലപ്പോഴും നമ്മളെ പല സൈറ്റും ലോഗിൻ ചെയ്യും, പിന്നെ അത് ചെയ്ത് കഴിഞ്ഞു, പ്രിന്റ് എടുത്തു കഴിഞ്ഞു, പോവാം. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ലോഗ് ഓഫ് ചെയ്യുക. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ വീണ്ടും ലോഗിൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സസ് ആൻഡ് കോളേജ് അല്ലെ. അപ്പൊ ഈ കോഴ്സസ് ആൻഡ് കോളേജ് ഞാൻ പറഞ്ഞു ഇതൊരു കോഡായിട്ടാണ് വരിക. അല്ലാതെ കോഴ്സിന്റെ ഫുൾ പേര് അതേപോലെ തന്നെ കോളേജിന്റെ ഫുൾ പേര് ആ രീതിയിലല്ല വരിക. അതൊരു കോഡായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എഞ്ചിനീയറിംഗിന്റെ കേസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ AE, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ EC. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കോഡായിരിക്കും വരിക. അതേപോലെ തന്നെ കോളേജിനും അതൊരു 3 ലെറ്റർ കോഡായിരിക്കും.
ഇപ്പൊ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ TVE. ഓക്കെ, അങ്ങനെ 3 letter കോഡാണ് കോളേജിന് വരിക, 2 letter കോഡാണ് നമ്മളുടെ ഈ കോഴ്സിന് വരിക. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇത് എഞ്ചിനീയറിംഗിന് അതേപോലെ തന്നെ മെഡിക്കൽ സ്ട്രീമിലുള്ളവർക്കും ഉണ്ടാവും. അപ്പൊ ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്പെക്ടസ് എടുത്ത് വെച്ച് നമുക്ക് വേണ്ട കോളേജിന്റെയും കോഴ്സിന്റെയും ഒക്കെ കോഡുകൾ കൃത്യമായിട്ട് ആദ്യമേ നോക്കി വെക്കാം. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ TV എന്ന് പറയുമ്പോൾ ഇതാണോ നമ്മൾ CET തിരുവനന്തപുരം എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. അപ്പൊ നിങ്ങൾ പ്രോസ്പെക്ടസ് എടുത്ത് വെച്ച് ഓരോ കോളേജിന്റെയും ഓരോ കോഴ്സുകളുടെയും കോഡ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഈ പേരുകൾ മാത്രം ഓർത്ത് വെക്കാതെ ഈ കോഡും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഫുൾ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വ്യൂ ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഓപ്ഷൻസ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. നമ്മളുടെ പ്രയോറിറ്റി റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അത് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങി ആദ്യത്തെ ദിവസം നമ്മൾ ഒരു 25 കൊടുത്തു. അതിനുശേഷം നമുക്ക് തോന്നുകയാണ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ള ഓർഡറിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്തിനുള്ളിൽ വരെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഓപ്ഷൻസ് മാറ്റി കൊടുക്കാനോ കൂട്ടി കൊടുക്കാനോ റീഅറേഞ്ച് ചെയ്യാനോ സാധിക്കും. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും സേവ് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾ വ്യൂ ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കുക. അപ്പൊ പല പ്രാവശ്യങ്ങളിലായിട്ട് നിങ്ങൾ ഈ ഓപ്ഷൻസ് മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നിങ്ങൾ അത് സേവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫൈനൽ ആയിട്ടുള്ളത് നിങ്ങൾ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. അല്ലെങ്കിൽ നമ്മൾ അയ്യോ അന്ന് അങ്ങനെ മാറ്റി കൊടുത്തു പിന്നീട് അത് ഓർമ്മയില്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരരുത്. അപ്പൊ നിങ്ങൾ ഫൈനൽ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും പ്രിന്റ് എടുത്ത് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗ് ഓഫ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു. അടുത്തത് അലോട്ട്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഈ ട്രയൽ അലോട്ട്മെന്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഒരു കോഴ്സും കോളേജും നമുക്ക് അലോട്ട് ചെയ്ത് തരുന്നത് എന്ന് കാണാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആ ട്രയൽ അലോട്ട്മെന്റിൽ നമുക്കിപ്പോ ഒരു കോളേജിൽ ഒരു കോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനൽ അല്ല. ആ കോളേജോ കോഴ്സോ ആയിരിക്കില്ല നമുക്ക് ശരിക്കുള്ള അലോട്ട്മെന്റിൽ വരിക. അത് ജസ്റ്റ് ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്കൊരു കോളേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കോളേജിൽ പോയി ഫീസ് അടച്ച് നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നമ്മൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്യുന്നതോട് കൂടി നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയി. നമ്മൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു. ഇപ്പൊ നമ്മള് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മളിപ്പോ ഒരു 25 ഓപ്ഷൻ കൊടുത്തു. നമുക്കിപ്പോ ഒരു 18ാമത്തെ ഓപ്ഷൻ ആണ് നമ്മൾ 1 2 3 ഓർഡറിൽ 18ാമത്തെ ഓപ്ഷനിലാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയതെന്ന് വിചാരിക്കും. 19 മുതൽ നമ്മൾ 25 വരെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് അതോടുകൂടി ക്യാൻസൽ ആവും. ദാറ്റ് മീൻസ് പിന്നീട് നമുക്ക് ഈ താഴേക്കുള്ള ഒരു ഓപ്ഷനിലും പിന്നീടുള്ള അലോട്ട്മെന്റുകളിൽ നമുക്ക് സാധ്യതയില്ല. അതേസമയം 1 മുതൽ 17 വരെ നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് പിന്നീട് വരുന്ന അലോട്ട്മെന്റുകളിൽ നമുക്ക് സാധ്യതയുള്ളതാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ 18ാമത്തെ ഓപ്ഷനിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1 മുതൽ 17 വരെയുള്ള ഓപ്ഷൻസ് നിർബന്ധമായും നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ 1 മുതൽ 17 വരെയുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നമുക്ക് കിട്ടിയാൽ ആദ്യം ചേർന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നിർബന്ധമായും അങ്ങോട്ട് പോകണം. അപ്പൊ നമ്മൾ അവിടേക്ക് പോവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഹയർ ഓപ്ഷൻസിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് പുതിയതായിട്ട് കോഴ്സുകളൊന്നും തന്നെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഈ മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഹയർ ഓപ്ഷൻസ് വെച്ച് മാത്രമായിരിക്കും പിന്നെ വരുന്ന അലോട്ട്മെന്റുകളിൽ നമുക്ക് സാധ്യതയുള്ളത്. അപ്പൊ നമുക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഓപ്ഷനുകൾ നമ്മൾ കൃത്യമായ ഓർഡർ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ. ഓപ്ഷൻ കൊടുക്കുന്നതിനെ പറ്റി ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് പല രീതിയിൽ കൊടുക്കാം. നമുക്ക് കോളേജിന് മാത്രം പ്രിഫറൻസ് കൊടുത്തിട്ട് കൊടുക്കാം, കോഴ്സിന് മാത്രം പ്രിഫറൻസ് കൊടുക്കാം, കോളേജും കോഴ്സും കോമ്പിനേഷൻ പ്രിഫറൻസ് കൊടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം.
കാരണം ഇനി ഒരുപാട് ഈ വീഡിയോ ലെങ്തി ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വിത്ത് എക്സാമ്പിൾ കാണിച്ചത് ഇവിടെ പറയാത്തത്. അപ്പൊ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. പലർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോഴാണ് അയ്യോ എനിക്ക് ഇനി അവിടെ പോകണമായിരുന്നു, പക്ഷെ ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കൊടുത്തില്ല എന്നൊന്നും വരരുത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇനി വേറെ എവിടെയും വേണ്ടാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് മുകളിലുള്ള ഏതെങ്കിലും അലോട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻസിനെ മാത്രം റീറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടിയില്ല എന്ന് വിചാരിക്കുക, നമ്മൾ കൊടുത്ത ഓപ്ഷൻ വെച്ചിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ അപ്പോഴും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജോ കോഴ്സോ കിട്ടും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, മേ ബി ചിലപ്പോൾ ഒരു തേർഡ് അലോട്ട്മെന്റിലേക്ക് പോവാം. അത് എത്ര സീറ്റ് അവൈലബിൾ ആണെന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അതിനുശേഷം വരുന്നതാണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് കോളേജ്, ഗവൺമെന്റ് സീറ്റുകളിലേക്ക് നമ്മൾ സ്പോട്ട് അലോട്ട്മെന്റ്സും നടത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ അലോട്ട്മെന്റ് ആ ഒരു പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാര്യമാണ് ഈ അലോട്ട്മെന്റ്. അലോട്ട്മെന്റ് കഴിയുമ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു കോളേജിൽ നമ്മൾ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഫൈൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ യൂട്യൂബിലും വാട്സപ്പിലും ആയി വന്നിട്ടുണ്ട്. അപ്പൊ കുറെ പേര് ചോദിച്ച ഡൗട്ട്സിനുള്ള ഒരു ആൻസറിങ് സെഷനും കൂടെയാണ്. അപ്പൊ അതിലൊരു മെയിൻ ക്വസ്റ്റ്യൻ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇത് എഞ്ചിനീയറിംഗിന് മാത്രമല്ല എല്ലാ സ്ട്രീമുകൾക്കും ഉള്ളത് ഒരുമിച്ചാണ് ഈ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ഒരുമിച്ച് തന്നെ ആയിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പല സ്റ്റേജുകളിലായിട്ടായിരിക്കും. അപ്പോൾ അതിന്റെയൊക്കെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അടുത്ത ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഫുൾ ഫീ സ്ട്രക്ചർ പറയാമോ എന്നുള്ളതാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഫീ സ്ട്രക്ചറും നമുക്ക് ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങുന്നതിന്റെ മുന്നേ ആയിട്ടാണ് കൃത്യമായിട്ട് ഗവൺമെന്റ് കോളേജിൽ എത്രയാണ് ട്യൂഷൻ ഫീ വരുന്നത്, അതേപോലെ തന്നെ കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ എത്രയാണ്, സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മെറിറ്റ് സീറ്റിൽ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അതേപോലെ ചോദിച്ചിട്ടുള്ളത് അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെയുള്ള അലോട്ട്മെന്റിൽ കിട്ടും. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും പിന്നെ വരുന്ന അലോട്ട്മെന്റുകളിൽ നമുക്ക് സാധ്യതയുണ്ട്, നമ്മൾ കൊടുത്ത ഓപ്ഷൻസിനനുസരിച്ച് സാധ്യതയുണ്ട്. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഒരു കോളേജിൽ ഒരു കോഴ്സ് മാത്രം എനിക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ആ കോളേജും ആ കോഴ്സും മാത്രം ഒരൊറ്റ ഓപ്ഷൻ കൊടുത്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സ് മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചധികം ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്ര ഓപ്ഷൻ കൊടുക്കാനും നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മാക്സിമം ഓപ്ഷൻസ് കൊടുത്തു വെക്കുക. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും റിസ്ക് എടുക്കാതിരിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഒരു കോളേജിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് കോഴ്സസ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. ഒരു കോളേജിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും, അത് ഫസ്റ്റ് ഇപ്പോൾ 1 2 3 4 5 6 ഒറ്റ കോളേജിൽ ഇപ്പൊ നമ്മൾ CET കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ തന്നെ നമുക്ക് EC, EEE, MEC, CF നമുക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് അടുത്ത കോളേജിലേക്ക് എടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഫസ്റ്റിലും സെക്കൻഡിലും കിട്ടിയില്ലെങ്കിൽ തേർഡിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് അപ്പോഴത്തേക്ക് കുറച്ച് മാസങ്ങൾ എടുക്കും. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് അടുത്ത ചിലപ്പോൾ കുറച്ച് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് അഡ്മിഷൻ എടുത്തവരുടെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടായിരിക്കും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഈ സെക്കൻഡ് അലോട്ട്മെന്റ്. കാരണം ഈ അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു കുറച്ച് മാസം എടുക്കും ഇത് കംപ്ലീറ്റ് സ്പോട്ട് അലോട്ട്മെന്റ് ഒക്കെ കഴിയാനായിട്ട്. അപ്പോഴും നമുക്ക് സാധ്യത ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ റാങ്ക് അത്രയും പുറകിലായിട്ടായിരിക്കും. അപ്പോഴും ഈ പറഞ്ഞ പോലെ പിന്നീട്, കാരണം ഈ അലോട്ട്മെന്റ് കിട്ടി കുട്ടികൾ ജോയിൻ ചെയ്യാതെ അങ്ങനെ നമുക്ക് സീറ്റ് വേക്കന്റ് ആയിട്ട് വരുമ്പോഴാണ് അടുത്ത അലോട്ട്മെന്റിൽ സാധ്യത. പക്ഷെ അവിടെയും നമ്മൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവണം, എങ്കിലാണ് നമുക്ക് അടുത്ത അലോട്ട്മെന്റിൽ സാധ്യതയായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പോലെ തന്നെ ആയിരിക്കുമോ ഇപ്രാവശ്യവും സാധ്യത? അപ്പോൾ ആ കാര്യം ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു റേഞ്ച് അറിയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു കോളേജിൽ ഇപ്പൊ ഒരു 2500 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ റാങ്ക് ഒരു 2600 ആണ്. അയ്യോ, എന്നാ പിന്നെ എനിക്ക് അവിടെ കിട്ടില്ല, അങ്ങനെ ഒരു കാര്യമില്ല.
കാരണം കഴിഞ്ഞ വർഷം കുട്ടികളുടെ ചോയ്സ് എങ്ങനെയായിരുന്നു അതിനനുസരിച്ചിട്ടാണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അതും നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ മാത്രം ലിസ്റ്റ് എടുത്ത് നോക്കരുത്. അത് കഴിഞ്ഞിട്ടുള്ള അലോട്ട്മെന്റിനെയും നോക്കണം, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കണം. കാരണം ഓരോന്നും സെപ്പറേറ്റ് PDF നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കില്ല കുട്ടികൾ ഈ വർഷം ചൂസ് ചെയ്യുക. കഴിഞ്ഞ വർഷം കുറെ പേര് കമ്പ്യൂട്ടർ സയൻസിന് ഇൻട്രസ്റ്റ് കാണിച്ചു. ഇപ്പൊ ഈ പ്രാവശ്യം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറും. അതേപോലെ ഈ വർഷം നമുക്ക് കുറെ പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനനുസരിച്ചിട്ടൊക്കെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് മാറും, കുട്ടികൾ പോകുന്ന കോളേജുകളിലേക്കുള്ള ഇൻട്രസ്റ്റ് മാറും. അപ്പൊ ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ വ്യത്യാസം വരും. പക്ഷെ നമുക്കൊരു റേഞ്ച് അറിയാം. ഇപ്പൊ ഒരു കോളേജിൽ ഇപ്പൊ CET അല്ലെങ്കിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പൊ ഒരു 5000 ഉള്ളിലുള്ള കുട്ടികൾക്കാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ റാങ്ക് ഒരു 15,000 20,000 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാം. അപ്പൊ അങ്ങനെ നമുക്കൊരു റേഞ്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി നമ്മുടെ റാങ്ക് വെച്ചിട്ട് അവിടെ കിട്ടില്ല എന്നോ കിട്ടും എന്നുള്ള ഒരു കാര്യം പറയാൻ പറ്റില്ല. അത് ഈ വർഷത്തെ കുട്ടികളുടെ ചോയ്സിനനുസരിച്ച് മാറും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ റേഞ്ച് വെച്ച് മാത്രം കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അവരുടെ റാങ്കും ഇതും വെച്ചിട്ട് ഈ കോളേജ് നല്ലതാണോ, അങ്ങനെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ കോളേജുകൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിപ്പോ അവിടുത്തെ NAC അക്രിഡേഷൻ അതുപോലെ NB അക്രിഡേഷൻ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കോളേജിന്റെ റാങ്കിങ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ഫെസിലിറ്റീസ്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കോളേജിലെ ഫെസിലിറ്റീസ്, അതേപോലെ അവിടുത്തെ ലാബ് ഫെസിലിറ്റീസ്, ഫാക്കൽറ്റീസ്, ലൈബ്രറി, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവിടുത്തെ ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് പ്ലേസ്മെന്റ്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സീനിയേഴ്സിനോടും അവിടെ പഠിച്ചവരോടും അവിടുത്തെ ഫാക്കൽറ്റീസിനോടും ചോദിച്ച് മനസ്സിലാക്കി പോവാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ടോപ്പ് കോളേജസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ, അതായത് കഴിഞ്ഞ വർഷം കുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തിട്ടുള്ള കുറെ കോളേജസ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല റാങ്ക് ആണെങ്കിൽ ആണ് ആ പറഞ്ഞ കോളേജസിലൊക്കെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസിൽ നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ള കോളേജസിൽ ഇപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കോസ്റ്റ് ഷെയറിംഗ്, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ഈ പറഞ്ഞ പോലെ ഓരോ കോളേജിന്റെ പേര് വെച്ചിട്ട് ഇത് നല്ലതാണോ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കോളേജുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി അന്വേഷിച്ച്, അതേപോലെ തന്നെ ഇപ്പൊ ഒരു കോളേജിൽ തന്നെ ചില ഡിപ്പാർട്ട്മെന്റുകൾ ഈ പറഞ്ഞ പോലെ ചില ഡിപ്പാർട്ട്മെന്റുകൾ വളരെ നല്ല പെർഫോമൻസ് കാണിക്കുന്നതും എന്നാൽ ചില ഡിപ്പാർട്ട്മെന്റിൽ അത്ര നല്ല ഫെസിലിറ്റീസ് ഫാക്കൽറ്റീസ് ഇല്ലാത്തതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ കൃത്യമായ ഡീറ്റെയിൽസ് ഓരോ കോളേജ് അനുസരിച്ചും നമുക്ക് എവിടെയാണോ പോകേണ്ടത് അതുമായി ബന്ധപ്പെട്ട് അവിടെ പഠിച്ച സീനിയേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ആ കോളേജുമായി നേരിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോ ബിഫാമിന്റെ ലിസ്റ്റിലും അതുപോലെ തന്നെ കീമിന്റെ ലിസ്റ്റിലും മെഡിക്കൽ ലിസ്റ്റിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയായിരിക്കും അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ചിലപ്പോൾ ഒരു സിംഗിൾ സ്ട്രീമിലായിരിക്കും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റേജിലോ അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജിലോ ആയിട്ടായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ വരിക. അത് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അഗെയിൻ ചോദിച്ചിട്ടുണ്ട് എത്ര കോളേജ് വെക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ഓപ്ഷൻസ് വെക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നമ്മൾ ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുള്ളവിടെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇപ്പൊ കുറച്ച് റാങ്ക് പുറകിലേക്കാണെന്ന് വിചാരിക്കുക, കുറച്ച് റാങ്ക് നിങ്ങൾ പുറകിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല അലോട്ട്മെന്റ് കിട്ടുക. പക്ഷെ എന്നിരുന്നാലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ എവിടെ കിട്ടിയാലും അവിടെ പോയി ജോയിൻ ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കോളേജോ കോഴ്സോ നിങ്ങൾ ഒരിക്കലും വെക്കരുത്. നമ്മൾ എവിടെ കിട്ടിയാലും, നമ്മളിപ്പോ ഒരു 20 ഓപ്ഷൻ വെച്ചാൽ ആ 20 കോളേജിലും കിട്ടിയാൽ ഞാൻ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് മാത്രം വെക്കുക. അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഓക്കെ, ഈ 20,000 മുകളിൽ റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. കാരണം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 20,000 എബവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മെറിറ്റ് സീറ്റ് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പല കോളേജുകളിലും. പക്ഷെ ആ കോഴ്സ് ഏതാണ്, കോളേജ് ഏതാന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ജസ്റ്റ് ഒന്ന് നോക്കണം. അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതേപോലെ നിങ്ങൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും റിസർവേഷൻ വരുന്ന കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ആ കോളം വേണം കൃത്യമായിട്ട് നോക്കാൻ. ഫസ്റ്റ് ഉള്ള സ്റ്റേറ്റ് മെറിറ്റ്, അതായത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇതാണ് വരുന്നത് ഫസ്റ്റ് കോളം. അതിനുശേഷം നമുക്ക് ഓരോ വിഭാഗത്തിലും എത്ര റാങ്ക് വരെ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് അത് നോക്കി മനസ്സിലാക്കുകയാണ് നല്ലത്.
ഓക്കെ, ഇപ്പോൾ ഒരുവിധം ക്വസ്റ്റ്യൻസിനുള്ള ഞാൻ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.